ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ജോയിൻ ബട്ടൺ എന്ന് പറയുന്നത് ക്രിയേറ്റേഴ്സിന് അതുപോലെ വ്യൂവേഴ്സിനെല്ലാം ഒരുപോലെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് ഇത്. അതായത് ചെറിയ പേയ്മെന്റിലൂടെ മെമ്പർഷിപ്പ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏൺ എന്ന ഓപ്ഷനിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് എന്ന് കാണാം. ഇവിടെ ഫിനിഷ് സെറ്റപ്പ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് ഇവിടെ കാണിക്കുക. ഇത് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഫിനിഷ് സെറ്റപ്പ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് സെറ്റപ്പ് യുവർ മെമ്പർഷിപ്പ് ഓഫർ. ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ കുറച്ച് ഓപ്ഷൻസ് താഴേക്ക് വന്നിട്ടുണ്ട്. കസ്റ്റമൈസ് ഡിഫോൾട്ട് പേർക്സ്, അതുപോലെ അനൗൺസ് യുവർ മെമ്പർഷിപ്പ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് മുകളിലായി ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്പർഷിപ്പ് ഫീസിൽ നിന്നും ലഭിക്കുന്ന 70% ക്രിയേറ്റേഴ്സിന് ലഭിക്കുക. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അപ്ലിക്കബിൾ ടാക്സ് ബാക്കിയുള്ളതെല്ലാം ഡിഡക്റ്റ് ആകുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ഇവിടെ സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഫോൾട്ടായി നമുക്കൊരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അൺനെയിംഡ് ലെവൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ₹89, അതുപോലെ അൺനെയിംഡ് ലെവൽ 2 299, അൺനെയിംഡ് ലെവൽ 3 1999. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ വേണമെങ്കിൽ ഇതുപോലെ പല ലെവലിലായി നമുക്ക് മെമ്പർഷിപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ചിലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എമൗണ്ട് കൊടുത്ത് ചാനലിൽ മൊത്തത്തിൽ ഒരേ മെമ്പർഷിപ്പ് എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 4 ലെവൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അടുത്ത ലെവൽ കൂടി വന്നിട്ട് ഇത്തരത്തിൽ ഒരു ലെവൽ കൂടി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ 1 ലെവൽ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അൺനെയിംഡ് ലെവൽ 1 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓപ്ഷൻ എല്ലാം കൊടുക്കണമെങ്കിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പ്രൈസ് ടു ബി സെറ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൈസ് എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏതെല്ലാം ലെവലിലേക്ക് നമുക്ക് വേണം ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ട്യൂട്ടോറിയൽസ് എല്ലാം തന്നിട്ടുണ്ട്. എപ്രകാരമാണ് നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് മെമ്പർഷിപ്പ് പേർക്സ് എല്ലാം നൽകുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഇൻഫർമേഷൻ ഇവിടെ താഴെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ നമുക്ക് ആഡ് ലെവൽ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് 1 ലെവൽ വേണോ, 2 ലെവൽ വേണോ, 3 ലെവൽ വേണോ, ഇപ്രകാരമെല്ലാം നമുക്ക് ആഡ് ലെവൽ കൊടുത്ത് നമുക്ക് നമ്മുടെ ലെവൽസ് എല്ലാം ആഡ് ചെയ്യുകയും അത് വേണ്ട പ്രൈസിലേക്കെല്ലാം എഡിറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ പ്രൈസ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ കഴിയില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് മെമ്പറായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടതായെല്ലാം വരാം. അതിനാൽ തന്നെ പ്രൈസ് ഫിക്സിംഗ് വളരെ കെയർഫുള്ളായി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എഡിറ്റ് എന്നതിൽ പോയി ഇപ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഒരു ലെവൽ നെയിം, അതുപോലെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പല തരത്തിലുള്ള പ്രൈസ് റേഞ്ച് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വേണ്ട പ്രൈസ് റേഞ്ച് എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഏറ്റവും ലോ ലെവലിൽ വന്നിരിക്കുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 29, 59, 89, 119, 159, 199. ഇത് മീഡിയം ലെവലാണ് വന്നിരിക്കുന്നത്. 299, 399, 599, 799. അതുപോലെ ഹൈ ലെവൽ എന്ന് പറയുന്നത് 1599 മുതൽ ഇവിടെ ലെവൽ 4 സൂപ്പർ ഫാൻസ് എന്ന് പറഞ്ഞ് 39,999 രൂപ വരെ ഈ ലെവൽസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഒരു ലെവൽ നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ അവർ മെമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്യണം.
അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് 199 എന്നതാണ്. ഇവിടെ നിന്ന് നമ്മുടെ മെമ്പേഴ്സിന് നമ്മൾ എന്താണോ ഓഫർ ചെയ്യുന്നത് ആ പെർക്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് കണക്റ്റിംഗ് ടു സോഷ്യൽ മീഡിയ, ഗെയിം പ്ലേ വിത്ത് യു, മെമ്പേഴ്സ് ഓൺലി ചാറ്റ് റൂം, പ്രയോറിറ്റി റിപ്ലൈ ടു കമന്റ്സ്, മെമ്പേഴ്സ് ഓൺലി പോൾസ്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ ഏതെല്ലാമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഡൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത ലെവൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ലെവൽ എന്നത് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ലെവൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എത്ര ലെവലാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബിഫോർ യു ഡിസൈഡ് വെദർ ടേൺ ഓൺ മെമ്പർഷിപ്പ് യുവർ പെർക്സ് വിൽ ബി റിവ്യൂഡ് വിത്ത് അവർ പോളിസി, വി വിൽ ഇമെയിൽ യു വിത്ത് ദി റിസൾട്ട്സ്, യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് 24 അവേഴ്സ് എന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് റിവ്യൂവിലേക്ക് പോകുമെന്നും 24 മണിക്കൂർ ഇത് റിവ്യൂ ചെയ്യാൻ എടുക്കുമെന്നുമാണ് കാണിക്കുന്നത്. അതിനുശേഷം എല്ലാമാണ് നമുക്ക് ഇതിന്റെ അപ്രൂവൽ എല്ലാം ലഭിക്കുക. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഇത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഫോർ റിവ്യൂ എന്നാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് പുതിയ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ലെവൽ ഇത് ഡിലീറ്റ് ചെയ്യുകയോ വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഫോർ റിവ്യൂ എന്ന് കൊടുക്കാം. അതിനുശേഷം ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് മൈ മെമ്പർഷിപ്പ് ഓഫർ ഇൻക്ലൂഡ്സ് മൈ പെർക്സ്, ഡസ് നോട്ട് ആൻഡ് വിൽ നോട്ട് പ്രൊമോട്ട് ഹേറ്റ് ഓർ വയലൻസ്. അതുപോലെ ഇത് ഡേഞ്ചറസ് ആയി അല്ലെങ്കിൽ ഇല്ലീഗലായ ഒരു കാര്യവും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും സബ്മിറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ യുവർ പെർക്സ് വേർ സക്സസ്ഫുള്ളി സെൻഡ് ഫോർ റിവ്യൂ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസ് ഡിഫോൾട്ട് പെർക്സ് എന്നതാണ്. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് എന്നതിൽ പോകാം. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഒന്നാമത്തേത് ബാഡ്ജസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ബാഡ്ജസ് നമ്മുടേതായ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടി ഇവിടെ കുറച്ച് ഉദാഹരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. യൂസ് ജനറിക് യൂട്യൂബ് ബാഡ്ജസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ലെവൽ മെമ്പർഷിപ്പിന് ഈ കളറിലെല്ലാം ചേഞ്ചസ് വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ സ്റ്റാർ കളറിലെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ന്യൂ മെമ്പർക്ക് ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട്. ആഫ്റ്റർ 1 മന്ത് ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞുള്ള മെമ്പർ എല്ലാം ആണെങ്കിൽ ഇതുപോലെ യെല്ലോ കളറിലേക്ക് വരും. അങ്ങനെ നമ്മുടെ 48 മാസമെല്ലാം കഴിഞ്ഞ മെമ്പർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കളറാണ് ലഭിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഇനി നമുക്ക് നമ്മുടേതായ ഇമേജസ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ ഇമേജസ് എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡിഫോൾട്ട് ആയതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇമോജീസ് എന്നതാണ്. ഇമോജി നെയിം എല്ലാം കൊടുത്ത് നമുക്ക് വേണ്ട ഇമോജി എല്ലാം ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നിലവിൽ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ ഞാൻ ഇതൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്രകാരം നിങ്ങൾക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഇമോജീസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. കാരണം കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. അതിനാൽ തന്നെ ഞാനിപ്പോൾ ഇത് ഡിസ്കാർഡ് ചെയ്യുകയാണ്. നമുക്ക് ആദ്യം ഈ ഒരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ആകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ അടുത്ത ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്